വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ ഡിസംബറിലെ 21 to 31 ഇതിനോടുകൂടി ഡിസംബർ മാസത്തിൽ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഡിസംബർ 21 മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ ജാപ്പനീസ് ചിത്രം 2 സീസൺ 2 സ്ട്രേഞ്ചേഴ്സ്. സംവിധാനം ഷോ മിയാക്കി. രജത ചകോരം മികച്ച സംവിധായകൻ കരീന പിയാസ, ലൂസിയ ബ്രോസലിസ് രണ്ടുപേരാണ്. എൻ്റെ ചിത്രം ബിഫോർ ദ ബോഡി. രജത ചകോരം നവാഗത സംവിധായകൻ തനുശ്രീ ദാസ്, സൗമ്യാനന്ദ സാഹി. ചിത്രം ഷാഡോ ബോക്സ്. ഓഡിയൻസ് പോൾ അവാർഡും പ്രത്യേക ജൂറി പുരസ്കാരവും നേടിയത്. തന്തപ്പേര് ലൈഫ് ഓഫ് പല്ലസ്. സംവിധാനം ഉണ്ണികൃഷ്ണൻ ആവള. ഫിപ്രസി അവാർഡ് അന്താരാഷ്ട്ര വിഭാഗം കിഡ്കി ഗാവ്. സംവിധാനം സഞ്ജു സുരേന്ദ്രൻ. ഷിപ്രസി അവാർഡ് മലയാളത്തിലെ മികച്ച നവാഗത സംവിധായകൻ ഫസൽ റസാഖ്. ചിത്രം മോഹം. നെറ്റ് പാക്ക് അവാർഡ് മികച്ച മലയാള ചിത്രം തന്തപ്പേര് കിഡ്കി ഗാവ്. ഡിസംബർ 22 ലോക ധ്യാന ദിനമാണ്. ഡിസംബർ 21 ഇന്ത്യയിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് മഹാരാഷ്ട്ര. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ വൈവിധ്യവും ബഹുസ്വരതയും ഉയർത്തിക്കാട്ടുന്ന പ്രഥമ ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിൻ്റെ വേദി കൊച്ചി. 125 വർഷത്തെ തുടർച്ചയായ നിരീക്ഷണത്തിലൂടെ സൂര്യൻ്റെ കാന്തിക പ്രവർത്തനങ്ങളെക്കുറിച്ച് സോളാർ മാഗ്നറ്റിക് ആക്ടിവിറ്റി നിർണായക വിവരങ്ങൾ നൽകിയ ഇന്ത്യയിലെ പ്രശസ്തമായ സോളാർ ഒബ്സർവേറ്ററി കൊടൈക്കനാലിൽ സോളാർ ഒബ്സർവേറ്ററി. ഇന്ത്യയിലെ ആദ്യത്തെ പ്രകൃതി തീം വിമാനത്താവള ടെർമിനൽ ഉദ്ഘാടനം ചെയ്തത് ആസാമിലെ ഗുവാഹത്തിയിൽ. ലോക ബാഡ്മിൻ്റൺ ഫെഡറേഷൻ വേൾഡ് ടൂർ ഫൈനൽസിൽ കിരീടം നേടിയത് അൻ സെയും, ദക്ഷിണ കൊറിയ. വീൽ ചെയറിൽ ബഹിരാകാശത്തെത്തുന്ന ആദ്യ വ്യക്തി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കുന്നത് മിക്കേല പെന്തോസ്. 78ാമത് കരസേന ദിനാഘോഷവേദി ജയ്പൂർ. ഡിസംബർ 23 2025 ഡിസംബർ പ്രകാരം ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 142. 1ാം സ്ഥാനം സ്പെയിനിന്. ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയം പ്രവർത്തനം ആരംഭിക്കുന്നത് കഷിവാസ്കി കറിവ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, ജപ്പാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് ഗോരഖ്പൂർ, ഉത്തർപ്രദേശ്. 2025 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദി സാഹിത്യകാരനും ജ്ഞാനപീഠ ജേതാവുമായ വ്യക്തി വിനോദ് കുമാർ ശുക്ല. പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുന്നതിനായി റീഫണ്ടബിൾ ഗ്രീൻ ഡിപ്പോസിറ്റ് സ്കീം ആരംഭിച്ച സംസ്ഥാനം മേഘാലയ. ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്ന സച്ചിയുടെ സ്മരണയ്ക്കായി സ്മാരക സമിതി സമ്മാനിക്കുന്ന കവിതാ പുരസ്കാരം ലഭിച്ചത് പി വിഷ്ണുപ്രിയ. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ജില്ലാ ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രി. ഡിസംബർ 24 മയക്കുമരുന്ന് ദുരുപയോഗം തടയുന്നതിനായി സ്വകാര്യ മേഖലയുടെ പിന്തുണയോടെ കേരള പോലീസ് നടപ്പിലാക്കുന്ന കർമ്മ പദ്ധതി പോഡ, പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ്. (2025) ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ വേദി മൊറാക്കോ. ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ പൗരന്മാർക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി മേരി യോജന പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ്.
2025 ഡിസംബറിൽ ICC വനിതാ T20 ബൗളിംഗ് റാങ്കിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ സ്പിന്നർ ദീപ്തി ശർമ്മ. WPL 2026 സീസണിൽ ഡൽഹി ക്യാപിറ്റൽസ് ടീമിന്റെ ക്യാപ്റ്റനായി നിയമിതനായത് ജമീമ റോഡ്രിഗസ്. ഡിസംബർ 25, 2025 ഡിസംബറിൽ ഗോത്രവർഗ സംസ്കാരം, ഭക്ഷണം, കായികം എന്നിവയെ കോർത്തിണക്കിക്കൊണ്ട് പെസ മഹോത്സവം സംഘടിപ്പിക്കപ്പെട്ടത് എവിടെ? വിശാഖപട്ടണം. ഹരിയാന ആസ്ഥാനമായുള്ള നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക് റിസോഴ്സസ് ദേശീയ തലത്തിൽ അംഗീകൃത താറാവിനങ്ങളായി അടുത്തിടെ അംഗീകരിച്ച കുട്ടനാടൻ താറാവിനങ്ങൾ ഏവ? ചാര, ചെമ്പല്ലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വൃത്താകൃതിയിലുള്ള ശിലാശാസനം അടുത്തിടെ കണ്ടെത്തിയ സംസ്ഥാനം? മഹാരാഷ്ട്ര. മാർസ് അറ്റ്മോസ്ഫിയർ ആൻഡ് വോളണ്ടിയർ എവല്യൂഷൻ ദൗത്യം വിക്ഷേപിച്ച സംഘടന? നാസ. ഡിസംബർ 26, 2025 ഡിസംബർ മാസം ഇസ്രയേലിന്റെ ദേശീയ പക്ഷിയായ യുറേഷ്യൻ ഹൂപ്പോയ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം? മഞ്ഞപ്ര. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2025 വേദി? ബിലാസ്പൂർ, ഛത്തീസ്ഗഡ്. ഭാഗ്യചിഹ്നം മോർവീർ. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം? വൈഭവ് സൂര്യവംശി. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ മേയറായി ചുമതലയേറ്റത്? VV രാജേഷ്. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് 2025 ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത്? ഇർഫാൻ ഹബീബ്. 2025 ഡിസംബറിൽ അന്തരിച്ച ത്രിപുര നിയമസഭാ സ്പീക്കർ? ബിശ്വബന്ധു സെൻ. പണിയ വിഭാഗത്തിൽപ്പെടുന്ന നിന്നുള്ള രാജ്യത്ത് ആദ്യ നഗരസഭാ ചെയർപേഴ്സൺ? P. വിശ്വനാഥൻ, കൽപ്പറ്റ നഗരസഭ. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ 2026-29 വർഷത്തെ അത്ലറ്റിക് കമ്മീഷൻ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? PV സിന്ധു. ഡിസംബർ 28, നാഷണൽ കൗൺസിൽ ഫോർ സിമന്റ് ആൻഡ് ബിൽഡിംഗ് മെറ്റീരിയൽസ് NCB ഏതു മന്ത്രാലയത്തിന്റെ ഭരണ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്? വാണിജ്യ വ്യവസായ മന്ത്രാലയം. 3 മാസത്തെ ഇടവേളകളിൽ 2 ഡോസ് എടുക്കേണ്ട ടാക് 003 ആണ് നിലവിൽ ലഭ്യമായ ഏക ഡെങ്കി വാക്സിൻ. സ്വയം പ്രഖ്യാപിത റിപ്പബ്ലിക് ഓഫ് സൊമാലിലാൻഡിനെ സ്വാതന്ത്ര്യവും പരമാധികാരവുമായ രാജ്യമായി ഔദ്യോഗികമായി അംഗീകരിച്ച ആദ്യ രാജ്യം? ഇസ്രായേൽ. 2025 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത സംവിധായകൻ? K. ശേഖർ. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് അവാർഡ് ലഭിച്ചത്? ട്രിപ്പിൾ ജംപ് താരം എൽദോസ് പോർ. ബ്രിക്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ മരുന്നുകൾ സംബന്ധിച്ച രാജ്യാന്തര ഉച്ചകോടി 2026 വേദിയാകുന്നത്? കുമരകം. 2026 ജനുവരി 1 മുതൽ കിംബർലി പ്രോസസ് എന്ന അന്താരാഷ്ട്ര കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന രാജ്യം? ഇന്ത്യ. ദേശീയ സ്മാരക സമുച്ചയമായ രാഷ്ട്രപ്രേരണ സ്ഥൽ നിലവിൽ വന്നത്? ലക്നൗ, ഉത്തർപ്രദേശ്. ഡിസംബർ 29, ലോകത്തിലെ രണ്ടാമത്തെ വലിയ മൊബൈൽ ഉൽപാദക രാജ്യം? ഇന്ത്യ. ലോകത്തിലെ രണ്ടാമത്തെ വലിയ മൊബൈൽ ഉൽപാദക രാജ്യം? ഇന്ത്യ. രാജ്യാന്തര T20 മത്സരത്തിൽ 8 വിക്കറ്റ് വീഴ്ത്തുന്ന ആദ്യ താരം? സോനം യക്ഷി. ദ ഗ്രേറ്റ് സാങ്ഷൻസ് ഹാക്ക് എന്ന പുസ്തകം രചിച്ചത്? ഊർജിത് പട്ടേൽ. ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ് നിർമ്മിക്കുന്ന പേവിഷബാധ വിരുദ്ധ വാക്സിൻ? അബൈറാബ്. ഇന്ത്യയിൽ കുട്ടികൾക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയായ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം നേടിയത്? വൈഭവ് സൂര്യവംശി. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്ന നേട്ടം കൈവരിച്ചത്? ദിയ ബിനു, പാല നഗരസഭ. ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ടെസ്റ്റ് മത്സരത്തിൽ കാണികളുടെ എണ്ണത്തിൽ ലോക റെക്കോർഡ് സൃഷ്ടിച്ച സ്റ്റേഡിയം? മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയം.
സാഹിത്യ, കലാ, സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരത്തിന് അർഹനായത് NS മാധവൻ. ഡിസംബർ 30 UN അന്താരാഷ്ട്ര വർഷങ്ങൾ 2026. ഇന്റർനാഷണൽ ഇയർ ഓഫ് റേഞ്ച്ലാൻഡ്സ് ആൻഡ് പാസ്റ്റോറലിസ്റ്റ്സ്. ഇന്റർനാഷണൽ ഇയർ ഓഫ് വോളണ്ടിയേഴ്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇന്റർനാഷണൽ ഇയർ ഓഫ് ദ വുമൺ ഫാർമർ. ഇത്രയാണ് UN അന്താരാഷ്ട്ര വർഷങ്ങൾ 2026. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത് മാഗ്നസ് കാൾസൺ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പൽ സമുദ്രപ്രതാപ്. വിക്രം സാരാഭായ് സ്മൃതി ദിനം ഡിസംബർ 30. അടുത്തത് ഡിസംബർ 30 തന്നെ. നിർമ്മിത ബുദ്ധി AI സാങ്കേതിക വിദ്യയെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കുകയെന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടി നടക്കുന്നത് ഡൽഹി. 2025 ഡിസംബറിൽ DRDO വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യയുടെ ആദ്യ ദീർഘദൂര ഗൈഡഡ് മിസൈൽ പീനാക്ക. ദൂരപരിധി 120 കിലോമീറ്റർ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി റീഫണ്ടബിൾ ഗ്രീൻ ഡിപ്പോസിറ്റ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മേഘാലയ. 2025 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത ഫ്രഞ്ച് നടിയും ഗായികയും മൃഗാവകാശ പ്രവർത്തകയുമായ വ്യക്തി ബ്രിജിറ്റ് ബർദോത്ത്. ഡിസംബർ 31 ഇന്ത്യയിൽ ആദ്യമായി ഒരു ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗവേഷണ സ്ഥാപനം സ്ഥാപിച്ച സംസ്ഥാനം ഗുജറാത്ത്. മയക്കുമരുന്ന് ഉപയോഗം തടയാൻ കേരള പോലീസ് സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് പ്രോഡ. 2025 ഡിസംബറിൽ അന്തരിച്ച ബംഗ്ലാദേശിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഖാലിദ സിയ. 1991-96, 2001-06 കാലയളവിൽ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. റിപ്പബ്ലിക് ഓഫ് സൊമാലിലാൻഡിന്റെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി അംഗീകരിച്ച ആദ്യ രാജ്യം ഇസ്രായേൽ. ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി കാമ്യ കാർത്തികേയൻ. ഡിജിറ്റൽ ഇടപാടുകളുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി NPCI രൂപീകരിച്ച കമ്പനി NPCI ടെക് സൊല്യൂഷൻ ലിമിറ്റഡ്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ FCI പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ രവീന്ദ്രകുമാർ അഗർവാൾ. പ്രഥമ മേഖല ഇന്ത്യൻ ട്രൈബൽ ഗെയിംസിന് വേദിയാകുന്നത് ബിലാസ്പൂർ, ഛത്തീസ്ഗഡ്. ഇത്രയാണ് ഡിസംബറിൽ 31 ദിവസത്തെ കംപ്ലീറ്റ് ചെയ്തു. ഇനി 2025 തന്നെ ഒന്നെങ്കിൽ ജനുവരി ആയിരിക്കും അല്ലെങ്കിൽ നവംബർ ആയിരിക്കും. നോക്കട്ടെ, ചിലപ്പോൾ ജനുവരി മുതൽ ഓർഡർ ആയിട്ട് ഇടാമെന്ന് ഓർത്താം. നോക്കിയിട്ട് ഇടാം. ഇത്ര ഉപകാരമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.